നമസ്കാരം. പ്രവിത്താനം സെന്റ് മൈക്കിൾസ് ലിറ്റിൽ കൈറ്റ്സ് ക്ലബിന്റെ വാർത്താ പരിപാടിയിലേക്ക് സ്വാഗതം. ആദ്യമായി പ്രധാന വാർത്തകൾ. കരൂർ പഞ്ചായത്തിലെ മികച്ച സ്കൂളിനുള്ള പുരസ്കാരം സെന്റ് മൈക്കിൾസ് HSSന്. പ്രവിത്താനം സെന്റ് മൈക്കിൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹിരോഷിമ നാഗസാക്കി കിറ്റ് ഇന്ത്യ ദിനാചരണങ്ങൾ നടത്തി. ലിറ്റിൽ കൈറ്റ്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ പ്രകൃതി ദുരന്തങ്ങൾ മനുഷ്യനിർമ്മിതം എന്ന വിഷയത്തിൽ ഡിബേറ്റ് സംഘടിപ്പിച്ചു. സ്കൂൾ കലോത്സവം ധ്വനി 2024 നടത്തപ്പെട്ടു. ഈ വർഷത്തെ സ്കൂൾ പാർലമെന്റ് ഇലക്ഷൻ വ്യത്യസ്തമായി. കിരീടവുമായി സെന്റ് മൈക്കിൾസ്. 8ാം ക്ലാസ്സിലെ കുട്ടികൾക്കായി ലിറ്റിൽ കൈറ്റ്സ് പ്രിലിമിനറി ക്യാമ്പ്. പ്രവിത്താനം സെന്റ് മൈക്കിൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ലിറ്റിൽ കൈറ്റ്സ് യൂണിറ്റ് ഡിജിറ്റൽ ഇടപെടലുകളെക്കുറിച്ച് നടത്തുന്ന സർവേക്ക് തുടക്കമായി. അക്ഷരമുറ്റം ക്വിസ് മത്സരത്തിൽ സ്കൂളിന് മികച്ച വിജയം. വാർത്തകൾ വിശദമായി. കരൂർ പഞ്ചായത്തിലെ മികച്ച സ്കൂളിനുള്ള പുരസ്കാരം സെന്റ് മൈക്കിൾസ് HSSന്. 2023-24 അധ്യയന വർഷത്തെ പ്രവർത്തനങ്ങളെ അടിസ്ഥാനമാക്കി കരൂർ പഞ്ചായത്ത് ഏർപ്പെടുത്തിയിട്ടുള്ള മികച്ച സ്കൂളിനുള്ള പുരസ്കാരമാണ് പ്രവിത്താനം സ്കൂൾ കരസ്ഥമാക്കിയത്. കഴിഞ്ഞ ഒരു വർഷക്കാലം സ്കൂളിൽ നടത്തിയ മികച്ചതും വ്യത്യസ്തവുമായ പ്രവർത്തനങ്ങളാണ് സ്കൂളിനെ അവാർഡിന് അർഹമാക്കിയത്. ശ്രീ മാണി സി കാപ്പൻ MLAയിൽ നിന്നും ഹെഡ്മാസ്റ്റർ അജി വിജയ് പുരസ്കാരം സ്വീകരിച്ചു. സെന്റ് മൈക്കിൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സോഷ്യൽ സയൻസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഹിരോഷിമ നാഗസാക്കി കിറ്റ് ഇന്ത്യ ദിനങ്ങൾ ആചരിച്ചു. കത്തിച്ച തിരികളും പ്ലക്കാർഡുകളും സുഡോക്കോ പക്ഷികളുമായി കുട്ടികൾ നടത്തിയ സമാധാന റാലി ശ്രദ്ധേയമായി. യുദ്ധവിരുദ്ധ ആശയങ്ങൾ ഉൾപ്പെടുത്തി വിവിധ കലാപരിപാടികൾ കുട്ടികളുടെ നേതൃത്വത്തിൽ നടന്നു. ഹെഡ്മാസ്റ്റർ അജി വിജയ് സമാധാന ദിന സന്ദേശം നൽകി. സ്കൂൾ കലോത്സവം ധ്വനി 2024 ഉദ്ഘാടനം ചെയ്തു. ലാളം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയുമായ ശ്രീ ആനന്ദ് ചെറുവള്ളി ഉദ്ഘാടനം നിർവഹിച്ചു. തിളക്കമാർന്ന നേട്ടങ്ങളുമായി സെന്റ് മൈക്കിൾസിലെ ചുണക്കുട്ടികൾ. പാലാ സബ് ജില്ലാ സബ് ജൂനിയർ ഫുട്ബോൾ കിരീടം പ്രവിത്താനം സെന്റ് മൈക്കിൾസ് സ്കൂൾ കരസ്ഥമാക്കി. പാലാ ഉപജില്ല നീന്തൽ മത്സരത്തിൽ മികച്ച പ്രകടനവുമായി കിരൺ ബിനു തോമസ്. 50 മീറ്റർ ഫ്രീ സ്റ്റൈലിലും 50 മീറ്റർ ബാക്ക് സ്ട്രോക്കിലും 1ാം സ്ഥാനവും 100 മീറ്റർ ഫ്രീ സ്റ്റൈലിൽ 3ാം സ്ഥാനവും 10ാം ക്ലാസ് വിദ്യാർത്ഥിയായ കിരൺ ബിനു തോമസ് കരസ്ഥമാക്കി. മികച്ച വിദ്യാർത്ഥി കർഷകയായി ഏഞ്ചൽ മരിയ ഡേവിസ്. ചിങ്ങം 1 കർഷക ദിനത്തിൽ ഭരണങ്ങാനം കൃഷിഭവൻ മികച്ച വിദ്യാർത്ഥി കർഷകയായി സെന്റ് മൈക്കിൾസിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിയായ ഏഞ്ചൽ മരിയ ഡേവിസിനെ തിരഞ്ഞെടുത്തു. അക്ഷരമുറ്റം ക്വിസ് മത്സരത്തിൽ സ്കൂളിന് മികച്ച വിജയം. പാലാ ഉപജില്ല ഹൈസ്കൂൾ വിഭാഗം അക്ഷരമുറ്റം ക്വിസിൽ സെന്റ് മൈക്കിൾസ് സ്കൂളിനെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത ജോസഫ് നിയോ ബിൻസ് 1ാം സ്ഥാനവും മാർട്ടിനസ് അരീക്കാട്ട് 2ാം സ്ഥാനവും കരസ്ഥമാക്കി. ഇനി ലിറ്റിൽ കൈറ്റ്സ് വാർത്തകളുമായി പൃഥ്വിലക്ഷ്മി ബാബു. പ്രവിത്താനം സെന്റ് മൈക്കിൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ലിറ്റിൽ കൈറ്റ്സ് യൂണിറ്റ് ഡിജിറ്റൽ ഇടപെടലുകളെക്കുറിച്ച് നടത്തുന്ന സർവേക്ക് തുടക്കമായി. മന്ത്രി റോഷി അഗസ്റ്റിൻ സർവേയുടെ ചോദ്യാവലി പൂരിപ്പിച്ച് പദ്ധതിക്ക് തുടക്കം കുറിച്ചു. ഡിജിറ്റൽ ഉപയോഗത്തിന്റെ ആധുനിക കാലഘട്ടത്തിൽ വിദ്യാർത്ഥികൾ നടത്തുന്ന ഈ സർവേക്ക് ഏറെ പ്രസക്തിയുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. പ്രവിത്താനം സെന്റ് മൈക്കിൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പാർലമെന്റ് ഇലക്ഷൻ വ്യത്യസ്തമായി. ലിറ്റിൽ കൈറ്റ്സ് ക്ലബിന്റെയും സോഷ്യൽ സയൻസ് ക്ലബിന്റെയും ആഭിമുഖ്യത്തിലാണ് തിരഞ്ഞെടുപ്പ് നടത്തിയത്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പ് നടപടികൾ അതേ രീതിയിൽ പിന്തുടർന്നാണ് സ്കൂളിലെ ഈ വർഷത്തെ തിരഞ്ഞെടുപ്പ് നടത്തിയത്. തിരഞ്ഞെടുപ്പ് വീക്ഷിക്കാൻ MLA മാണി സി കാപ്പന്റെ നേതൃത്വത്തിൽ ജനപ്രതിനിധികൾ എത്തിച്ചേർന്നത് കുട്ടികൾക്ക് ആവേശമായി. ലിറ്റിൽ കൈറ്റ്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ പ്രകൃതി ദുരന്തം മനുഷ്യനിർമ്മിതം എന്ന വിഷയത്തിൽ ഡിബേറ്റ് സംഘടിപ്പിച്ചു. പാലാ അർബൻ ബാങ്ക് ഡയറക്ടറും ചുണ്ടച്ചേരി ബാങ്ക് മുൻ പ്രസിഡന്റും സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയുമായ KM മാത്യു തറപ്പെ മുഖ്യാതിഥിയായിരുന്നു. 8ാം ക്ലാസ്സിലെ കുട്ടികൾക്കായി ലിറ്റിൽ കൈറ്റ്സ് പ്രിലിമിനറി ക്യാമ്പ് നടന്നു. കൈറ്റ് മാസ്റ്ററായ അനൂപ് ഗോപാലകൃഷ്ണൻ സാറാണ് ക്യാമ്പ് നയിച്ചത്. പുതിയ ബാച്ചിലെ കുട്ടികളുടെ മാതാപിതാക്കൾക്കായി ഓറിയന്റേഷൻ ക്ലാസും നടത്തി. ഫ്രണ്ട്ഷിപ്പ് ഡേ, വേൾഡ് വൈഡ് വെബ് ഡേ എന്നിവ ആചരിക്കുന്നതിൻ്റെ ഭാഗമായി വെബ് ഓഫ് ഫ്രണ്ട്ഷിപ്പ് എന്ന വിഷയത്തിൽ പോസ്റ്റർ രചനാ മത്സരം ലിറ്റിൽ കൈറ്റ്സ് യൂണിറ്റിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തി. മത്സരത്തിൽ 9ാം ക്ലാസ് വിദ്യാർത്ഥിനി പൃഥ്വിലക്ഷ്മി ബാബു സമ്മാനാർഹയായി.
ഇതോടുകൂടി വാർത്താ പരിപാടി അവസാനിച്ചിരിക്കുന്നു. നന്ദി.